അല്ല, ഞാൻ ആലോചിക്കുകയാണ്, ഈ തരൂർ കബഡി നിരത്തി ഇതുവരെ തീർന്നില്ല എന്നാണ്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? ഈ ഇപ്പോൾ ഇടയ്ക്കൊരു സർവേ ഒക്കെ വന്നല്ലോ, തരൂർ അത് ഷെയർ ചെയ്തിട്ടുമുണ്ട്, തരൂർ മുഖ്യമന്ത്രിയാകുന്ന സർവേ ഒക്കെ. അപ്പോൾ അതിൽ തരൂരിന് എന്തോ പങ്കുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്, ആ സർവേയുമായൊക്കെ ബന്ധപ്പെട്ട്. ഈ UDF അധികാരത്തിലേക്ക് വന്നാൽ തരൂരിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ല എന്നൊരു ഉറപ്പ് തരൂരിന് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കാം ഇങ്ങനെ മോദി സ്തുതി ഇങ്ങനെ പോയിട്ട് പറയുന്നത്. കുറേയൊക്കെ യാഥാർത്ഥ്യമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും തരൂരിൻ്റെ കുറച്ച് സ്തുതിപ്പാട്ടുകൾ അധികമാകുന്നില്ലേ എന്നുള്ളൊരു സംശയം അത് കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ തരൂരിൻ്റെ ഏറ്റവും അടുത്ത ശിങ്കിടിയായ ശബരിനാഥ്, ഞാൻ കോൺഗ്രസ് വിട്ട് എങ്ങോട്ടേക്കും ഇല്ല, കൈ കഴുകി മാറി. അടുത്ത് രാഘവൻ MP, എനിക്ക് അയാളുടെ മനസ്സിലിരിപ്പൊന്നും എനിക്കറിയില്ല, എന്നോട് ചോദിക്കുകയും വേണ്ട, കാര്യം കഴിഞ്ഞു. മൊത്തത്തിൽ തരൂർ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. BJPക്ക് ചൂണ്ടാൻ ഏറ്റവും പറ്റിയ സമയവും. ചൂണ്ടിക്കൊണ്ട് പോവോ? ഇല്ല. ശശി തരൂരിന്റെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിനെ കോൺഗ്രസിന് പുറത്താക്കണം. എന്നാൽ വലിഞ്ഞു കയറി ചെല്ലാൻ വയ്യ. ഇല്ല, BJPയിലേക്ക് പോകുള്ളൂ. അത് ചെയ്യോ? ശശി തരൂർ ഓൾറെഡി BJP നേതൃത്വമൊക്കെ ആയിട്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ടാവണം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. കാരണം ശശി തരൂരിന് ഈ കോൺഗ്രസ് നേതൃത്വമായിട്ടുള്ള കണക്ഷൻ പോലെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJPയുടെ മുതിർന്ന നേതാക്കളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. പല കാര്യങ്ങളിൽ MP മാരാകും പല കാര്യങ്ങൾ സംസാരിക്കും. എന്നാലും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ വരെ ഒരു പരിധിയിൽ കൂടുതൽ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ആ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ശശി തരൂർ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ ആദ്യം ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ തയ്യാറായത്. ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ശശി തരൂർ മത്സരിക്കുമ്പോൾ ശശി തരൂരിന് അറിയാം കോൺഗ്രസ് ഏത് രീതിയിലാണ് ശശി തരൂരിനെ സ്വീകരിക്കുന്നത്, അത് ശശി തരൂരിനെ കാണുന്നത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാവും. അതായത് ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ കുടുംബം അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കണക്കൂട്ടുണ്ടാവും. ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, ഈ പറഞ്ഞ രാജീവ് ഗാന്ധി, ആ കുടുംബം കാലങ്ങളായിട്ട് വെച്ചുകൊണ്ടിരുന്ന ദേശീയ അധ്യക്ഷ പദവി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരമാധികാര സമിതി, അത് ആ കുടുംബമാണല്ലോ. ആ കുടുംബം പറയുന്ന പോലെയാണല്ലോ ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പ്രവർത്തിക്കുന്നത് പോലും. അപ്പോൾ അതിനെതിരെ ഒരാൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു ശബ്ദം ഉയർത്തിയാൽ അത് കോൺഗ്രസിനകത്ത് എന്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ശശി തരൂർ ആദ്യം നോക്കിയത്. എൻ്റെ ബലമായ സംശയം അത് ശശി തരൂർ ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമല്ല. കോൺഗ്രസിനകത്തെ ആളുകളുണ്ട്, പക്ഷേ ശശി തരൂരിന് കൃത്യമായിട്ടുള്ള ബാക്കപ്പ് BJP കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ശശി തരൂർ അങ്ങനെ ഒരു മത്സരം നടത്തിയത്. ഗുലാം നബി ആസാദും മറ്റേ കപിൽ സിബലിനെ പോലെയുള്ള കുറച്ച് ആളുകൾ ശശി തരൂരിനെ പിന്താങ്ങുന്നു. അതിൽ ഗുലാം നബി ആസാദ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നു. ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിനകത്തെ ഒരു റിബൽ പോലെയാണ്. പക്ഷേ ശശി തരൂർ ശബ്ദിക്കുന്ന ഒരിക്കലും കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടിയില്ല. സാധാരണ രീതിയിൽ ഒരു റിബൽ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ ഒരു റിബൽ ഉണ്ടെങ്കിൽ അത് അവരുടെ ആശയപരമായിട്ടുള്ള സംവേദനത്തിനപ്പുറത്തേക്ക് ഒന്നുകിൽ ആ പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി, ആ സംഘടനയെ നന്നാക്കാൻ വേണ്ടിയാണ് സംസാരിക്കുക. ഇവിടെ ശശി തരൂർ റിബലാകുന്നത് എവിടെയാണ്? ശശി തരൂരിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ശശി തരൂർ റിബലാകുന്നത്. ഇപ്പം പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് തോന്നും ശശി തരൂർ കൊള്ളാം, ശശി തരൂർ കിടിലിനായിട്ട് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈ രാഷ്ട്രീയം മറന്ന് നല്ലത് ചെയ്താൽ നല്ലത് പറയുന്നുണ്ട്. അതിപ്പോൾ പിണറായി വിജയനോടായാലും നരേന്ദ്രമോദിയോടായാലും നല്ലത് ചെയ്താൽ നല്ലത് ഞാൻ പറയും എന്ന നിലപാട് ശശി തരൂരിൻ്റെ, അതൊരു രാഷ്ട്രീയ നിലപാട് മാത്രമല്ല, അത് ആ വ്യക്തിയുടെ ഫ്യൂച്ചറിലേക്ക് ഞാൻ എന്താണ്, എന്നെ ജനങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഞാനൊരു ഗംഭീര കക്ഷിയാണ് എന്ന് പൊതുവെ ഒരു ചിത്രം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് ശശി തരൂർ നടക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ടല്ലോ, ഈ ശശി തരൂരിനെ പോലൊരാൾ, ഇപ്പോൾ ശശി തരൂർ പറയുന്നത് മോദി പ്രഭാവം വലിയ രീതിയിൽ BJPയിൽ നിലനിൽക്കുന്നുണ്ട്, ദേശീയതയിലൂന്നിയുള്ള ഒരു പ്രവർത്തനമാണ് BJP സ്വീകരിക്കുന്നതെന്നൊക്കെയുള്ള കൃത്യമായ ഒരു BJPയിലേക്ക് ഞാൻ വരാൻ എന്തുകൊണ്ട് ഞാൻ തയ്യാറായി നിൽക്കുകയാണ്, ഇനി നിങ്ങളൊന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ മതി. ഇതാണ് ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. ഈ സ്ഥിതിക്ക് തരൂർ ഇപ്പോൾ BJPയിലേക്ക്, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതുപോലെ അല്ല തരൂർ BJPയിലേക്ക് പോയാൽ കുറെ കൂടി മാറ്റം ഉണ്ടാക്കാൻ തരൂരിന് കഴിയും. കാരണം തരൂരിൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തരൂരിൻ്റെ കയ്യിലുണ്ട്. തരൂർ എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു നേതാവ്. അത്തരത്തിൽ തരൂരിനെ നമ്മൾ ഇകഴ്ത്തി കാണേണ്ട കാര്യമില്ല. കുറച്ച് പിന്നെ ആൾ താമസമൊക്കെ തലയ്ക്കകത്തുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ തരൂരിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എവിടെയാണോ ഈ ഈ പുല്ല് പൊടിച്ചു വരുന്നത് അവിടെ നിന്നാലേ രക്ഷയുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ നിയന്ത്രണത്തിൽ കോൺഗ്രസ് ഒരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ളൊരു ചിന്ത തരൂരിനെ വല്ലാതെ അലട്ടുന്നുണ്ട്.
തരൂർ ചിലപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും മോഹം ഉള്ളിൽ ഒതുക്കി വച്ചിട്ടുണ്ടാകണം. അത് ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരമില്ലാതെ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അവർക്ക് അധികാരമുണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ എല്ലാവർക്കും അധികാരം വേണം, പവർ വേണം. പവർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിന്ന് പോകാൻ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 9 വർഷമായി 10 വർഷത്തോളമായിട്ട് കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അധികാരം ഇല്ലാത്തതിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അണികളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അവർ നേതാക്കന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂർ എന്നല്ല, ഇങ്ങനെ സംസാരിക്കുന്ന ഏതൊരാൾക്കും അവർക്ക് അധികാരമാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ ശശി തരൂർ സംസാരിച്ചത് പ്രധാനമന്ത്രി കിടിലിനാണ്. പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളാണ്, പ്രധാനമന്ത്രി ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്രയധികം മുന്നോട്ട് പോകുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി എന്ന് പറയുന്നതാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. ശശി തരൂർ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിനോട് സമരം ചെയ്യുകയാണ്. അതിൻ്റെ പ്രധാന കാരണം അയാൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒന്നുകിൽ എന്നെ പുറത്താക്കുക, അല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല. ശശി തരൂരിന് ഇപ്പോൾ മുരളീധരൻ പറഞ്ഞിട്ട് ശശി തരൂരിന് മുന്നിൽ 2 വഴികളുള്ളൂ. കെ മുരളീധരൻ പറഞ്ഞതാണ്, 2 വഴികളുണ്ട് ശശി തരൂർ. ഒന്നുകിൽ കോൺഗ്രസിന് അടിമപ്പെട്ട് കോൺഗ്രസിൻ്റെതായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ശശി തരൂരിന് പ്രവർത്തിക്കാം, അല്ലാത്ത പക്ഷം ശശി തരൂരിന് BJPയിലേക്ക് പോകാം. ഇത് രണ്ടും നടക്കാൻ പോകില്ല. കെ മുരളീധരൻ പറഞ്ഞ് ഇത് രണ്ടും നടക്കില്ല. ശശി തരൂർ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു സമയത്ത് ഇത് പൊട്ടിത്തെറിക്കും. ശശി തരൂരിനെ കോൺഗ്രസ് നിർബന്ധിതമായിട്ട് പുറത്താക്കേണ്ടി വരും. തരൂർ BJPയിലേക്ക് പോയാൽ തരൂരിന്റെ പിന്നാലെ പോകാൻ കുറെ ആളുകൾ ഉണ്ടാകും. ഇല്ല എന്ന് കോൺഗ്രസ്സുകാർ എത്ര ആവർത്തി പറഞ്ഞാലും അങ്ങനെ ഉണ്ടാവും. കുറെ യുവജനങ്ങൾക്ക് തരൂരിനെ വല്ലാത്തൊരു സ്വാധീനിച്ചിട്ടുണ്ട് യുവജനങ്ങൾക്കിടയിൽ തരൂർ. അപ്പൊ അത്തരത്തിൽ തരൂരിന്റെ ഒരു BJPയിലേക്കുള്ള പോക്ക് കുറെ ആളുകളെ BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടി വർദ്ധിപ്പിക്കില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ, അതായത് കാലങ്ങളായിട്ട് പെട്ടി ചുമന്നുണ്ടായ നേതാക്കന്മാരല്ലാതെ യൂത്തിൽ കുറച്ച് പിന്തുണയുണ്ട് ശശി തരൂരിന്. കാരണം ശശി തരൂരിൻ്റെ പല നിലപാടുകളോടും അവർക്ക് എന്താ പറയുക യോജിപ്പുള്ള കുറച്ച് നേതാക്കന്മാരും അണികളും ഉണ്ട് ശശി തരൂരിന്. ഒരു പക്ഷേ ശശി തരൂർ BJPയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്കും എല്ലാം ഒരു BJP ചായ്വിലൂടെ അത് അവർ പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂർ ഇത് കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ്. കാരണം ശശി തരൂർ കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗംഭീര നേതാവിനെ കിട്ടി, അല്ലെങ്കിൽ ഒരു ഗംഭീര കക്ഷിയെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നത്. സംഭവം ശരിയാണ്, ശശി തരൂർ കിടലിനായിരുന്നു. കോൺഗ്രസിനകത്ത് വന്ന് ശശി തരൂർ ഇനി വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും എനിക്ക് യോജിച്ച് പോകാൻ പറ്റില്ല, എനിക്ക് പറ്റുന്ന ഒരു സ്ഥലം കോൺഗ്രസ് ആണ്. ശശി തരൂർ വലിയ കേമനക്കേട്. പക്ഷെ ശശി തരൂരിന്റെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യങ്ങൾ ശശി തരൂരിന് കേരള കോൺഗ്രസിൽ നിന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയിക്കുന്നുണ്ട് ശശി തരൂർ, കാരണം തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഒരു ആധിപത്യമുള്ള മണ്ഡലമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ജയിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഒരുപാട് വോട്ടിന്റെ കുറവ് അദ്ദേഹത്തിന് ഉണ്ടായി. തീരദേശ മേഖലയിൽ എണ്ണിയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് മുൻതൂക്കം കിട്ടിയത്, അദ്ദേഹം വിജയിച്ചതും. ബാക്കി സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വോട്ട് വീതം വളരെ കുറവായിരുന്നു. അപ്പോൾ ശശി തരൂർ ഒരു മികച്ച നേതാവ് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ ഒരു മികവ് അദ്ദേഹം കോൺഗ്രസിൽ എത്രത്തോളം കാണിച്ചു എന്നുള്ളൊരു ചോദ്യവും ഉണ്ട്. ശശി തരൂരിൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ കോൺഗ്രസിനകത്ത് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ശശി തരൂർ ഇനി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല. കാരണം ഒരു പേടിയുണ്ട്, കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരുമോ, അടുത്ത തവണ BJPക്ക് ഒരു ഷുവർ സീറ്റുകളിൽ BJP കാണുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തിരുവനന്തപുരത്ത് ഞാൻ മത്സരിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ തന്നെ എന്നെ കാലുവാരും എന്നുള്ളതാണ് അദ്ദേഹം ഇനി മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോഴും അദ്ദേഹം ഞാൻ എൻ്റെ പാർലമെന്ററി ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും BJPയിലേക്ക് പോയാൽ ഒന്നുകിൽ അവരെ കേന്ദ്രമന്ത്രിയാക്കും ശശി തരൂരിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഗവർണറാക്കും, അല്ലെങ്കിൽ മറ്റേ UN ഹൈ കമ്മീഷനോ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ പദവി കൊടുത്തിട്ട് അവർ പൊന്നുപോലെ നോക്കും ശശി തരൂരിന്. അത്രയേ ഉള്ളൂ. കോൺഗ്രസിനകത്തേക്ക് മാത്രമേ ശശി തരൂരിന് വിലയില്ലാത്തുള്ളൂ. അതിന് പുറത്തിറങ്ങിയാൽ അല്ല ഗംഭീര ഒരു പ്ലേസ്മെന്റ് ആയിരിക്കും ശശി തരൂരിന് BJP കൊടുക്കാൻ പോകുന്നത്.